നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഈ ഒരു കറന്റ് സിറ്റുവേഷനിൽ നിങ്ങളുടെ സാമീപ്യം എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട്, അവരുടെ മനസ്സിൽ ഇപ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം വാല്യൂ ആണ് അവർ കൽപ്പിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അവരുടെ മനസ്സിൽ നിങ്ങൾക്ക് ഒരു പേരൻറ്റിൻ്റെ സ്ഥാനം, അതായത് നിങ്ങൾ മേ ബി അവർക്ക് ഒത്തിരി കെയർ കൊടുക്കുന്നൊരു വ്യക്തിയായിരിക്കാം. ഒരുപാട് കാര്യങ്ങൾക്ക് നിങ്ങൾ അവർക്ക് അഡ്വൈസ് കൊടുക്കുന്നൊരു വ്യക്തിയായിരിക്കാം. അതുകൊണ്ട് തന്നെ അവരുടെ മനസ്സിൽ അത്രത്തോളം വലിയൊരു സ്ഥാനമാണ്, അല്ലെങ്കിൽ അത്രത്തോളം വാല്യൂ ആണ് അവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്കുള്ളത് എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ അൺകണ്ടീഷണൽ ആയിട്ടാണ് ആ വ്യക്തി നിങ്ങളെ പ്രണയിക്കുന്നതും. ഓക്കെ. ആൻഡ് ദെൻ യെസ്, ഈ ഒരു സമയത്ത് പോലും അവർ നിങ്ങളുടെ പ്രണയത്തിന് വേണ്ടി അല്ലെങ്കിൽ നിങ്ങളുടെ സാമീപ്യത്തിന് വേണ്ടിയിട്ട് ഒരുപാട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവർ നിങ്ങളെ ഒരു ക്യൂനായിട്ടോ അല്ലെങ്കിൽ കിങ് ആയിട്ടോ ആണ് കാണുന്നത്. അവരുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് നിങ്ങളെന്ന് ഈ ഒരു സമയത്ത് പോലും അവർ റിയലൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. യെസ്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാവണം, പാസ്റ്റിലുള്ള എല്ലാ കാര്യങ്ങളും റിലീസായി പോകണം എന്ന് ഈ ഒരു നിമിഷത്തിൽ അവർ ആഗ്രഹിക്കുന്നുണ്ട്. യെസ്, അവരുടെ മനസ്സിൽ ഇപ്പോൾ ഈ ഒരു സമയത്ത് ഈ ഒരു സെപ്പറേഷനിൽ കൂടുതൽ പേരും ഒരു സെപ്പറേഷനിലാണ് അല്ലെങ്കിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണ് എങ്കിൽ പോലും നിങ്ങളെ അവർ ഒരിക്കലും ഉപേക്ഷിക്കാൻ, ഒരു കാര്യത്തിന് വേണ്ടിയിട്ടും അവർ നിങ്ങളെ ഉപേക്ഷിക്കാൻ തയ്യാറല്ല. എന്തുമാത്രം നെഗറ്റിവിറ്റീസ് ആണ്, എന്തുമാത്രം കാർമിക് സിറ്റുവേഷൻസ് ആണ് അവരുടെ ജീവിതത്തിൽ നിലനിൽക്കുന്നത് എങ്കിൽ പോലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ടും നിങ്ങളെ ഉപേക്ഷിക്കാനോ നിങ്ങളുടെ സ്ഥാനത്ത് മറ്റൊരു വ്യക്തിയെ കാണുവാനോ ആ വ്യക്തിക്ക് കഴിയില്ല. ഓക്കെ. ആൻഡ് ദെൻ ഈവൻ അവരുടെ ലൈഫ് സിറ്റുവേഷൻസ് ഒത്തിരി നെഗറ്റീവായിട്ട് അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു സാഹചര്യമായിരിക്കാം. അവർ ഒത്തിരി ബിസി ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം. എങ്കിൽ പോലും ഒരു സമയത്ത് ഇത്രയും ഡേ ടൈമിൽ അവർ നിങ്ങളെക്കുറിച്ച് ഓർക്കാത്ത നിമിഷങ്ങളില്ല. അവർക്ക് മറ്റൊരു കാര്യത്തിലും അവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. അവരെപ്പോഴും നിങ്ങളുടെ ഒരു കോളിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മെസ്സേജിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളിലേക്ക് തിരികെ എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ചിന്തയിലാണ് എന്ന് തന്നെയാണ് ഇവിടെ വ്യക്തമാവുന്നത്. ഓക്കെ. ആൻഡ് ദെൻ യെസ്, നിങ്ങൾ പോലും അറിയാതെ അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് കരയുന്നുണ്ട്, ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട്. നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിരുന്ന ഒരുപാട് മൊമെൻറ്റ്സുകൾ ഓർത്തിട്ട് നിങ്ങളെ ലൈഫിൽ അവർ ഏറ്റവും കൂടുതൽ മിസ്സ് ചെയ്യുന്ന മൊമെൻറ്റ്സ് ആണിതെന്ന് ഇപ്പോൾ ഇവിടെ വ്യക്തമാണ്. ആൻഡ് യെസ്, അവർക്ക് നിങ്ങളോട് ഒരുപാട് ഫിസിക്കൽ അട്രാക്ഷൻ തോന്നുന്ന ഒരു സമയമാണ്. സ്പിരിച്വലി അവർ നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഒരുപാട് ഫിസിക്കൽ അട്രാക്ഷൻ കൂടി ഈ ഒരു സമയത്ത് തോന്നുന്നുണ്ടാവാം. ഓക്കെ. അത്രമാത്രം നിങ്ങളുടെ പ്രസൻസ് ആണ് അവർ ആഗ്രഹിക്കുന്നത്. അതായത് നിങ്ങളുടെ ഫിസിക്കൽ പ്രസൻസ് അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെ കാണാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെ ഒന്ന് ടച്ച് ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നുണ്ടാവാം. ഓക്കെ. യെസ്, നിങ്ങൾ അവർ വിട്ടു പോകുന്നതായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് ചിലപ്പോൾ നിങ്ങളെ ചേസിങ് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടാവാം. നിങ്ങളായിട്ട് തന്നെ ചിലപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് മാറിപ്പോകുന്നുണ്ടാവാം. പക്ഷേ ആ ഒരു സാഹചര്യം അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല, അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. നിങ്ങൾ അവരെ വിട്ടു പോകും എന്നുള്ള ഒരു ഭയം അവർക്ക് എപ്പോഴും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരിക്കലും അങ്ങനെ ഒരു കാര്യം സംഭവിക്കരുതേ എന്ന് അവർ പ്രാർത്ഥിക്കുന്നുണ്ട്. ഓക്കെ. യെസ്, ലൈഫിൽ മറ്റെന്തൊക്കെ കാര്യങ്ങൾ അവൾക്ക് ഉണ്ടെങ്കിൽ പോലും അവരുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ അവർ വാല്യൂ കൊടുക്കുന്നത് നിങ്ങൾക്കാണ്. അവരുടെ ലൈഫിലെ സന്തോഷം നിങ്ങളാണ്, അവരുടെ വെളിച്ചം നിങ്ങളാണ്, എല്ലാ കാര്യങ്ങളിലും ഒരു ചേഞ്ച് കൊണ്ടുവന്നത് നിങ്ങളാണ്. അവരുടെ ലൈഫ് ചിലപ്പോൾ ഒരു ഡാർക്ക്നെസ്സിലൂടെ പോയിരുന്ന സമയത്ത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങളെ മീറ്റ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം. അവരുടെ ലൈഫിൽ ഒത്തിരി മാറ്റങ്ങൾ നിങ്ങളായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടാകാം. അതുകൊണ്ട് തന്നെ അവർ എന്തുമാത്രം നെഗറ്റിവിറ്റീസ് അവരുടെ ലൈഫിൽ ഉണ്ടായിരുന്നാൽ പോലും, എത്രമാത്രം സെപ്പറേഷൻ അവരെ വേദനിപ്പിച്ചാൽ പോലും അവരൊരിക്കലും മറ്റൊരു കാര്യത്തിന് വേണ്ടിയിട്ടും നിങ്ങളെ ഉപേക്ഷിക്കാൻ തയ്യാറല്ല. ഓക്കെ. ആൻഡ് ദെൻ
യെസ്, ഇപ്പോൾ ഈ ഒരു സമയത്ത് ഈ സെപ്പറേഷൻ അവരെ ഒരുപാട് ഡിപ്രഷനിലേക്ക് ആഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. ഡേ ആൻഡ് നൈറ്റ് അവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമാണുള്ളത്. മേ ബി അവർ നിങ്ങളെ ഒരുപാട് ഫോളോ ചെയ്യുന്നുണ്ടാവാം, ചേസ് ചെയ്യുന്നുണ്ടാവാം, സോഷ്യൽ മീഡിയയിലെല്ലാം അവർ നിങ്ങളെക്കുറിച്ച് തിരയുന്നുണ്ടാവാം, നിങ്ങളുടെ പ്രൊഫൈൽ പിക്ചർ നോക്കുന്നുണ്ടാവാം, നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ടാവാം. ഓക്കെ, അവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ എന്ന് പറയുന്നത് ഒരിക്കലും അവർ വിട്ടു പിരിയുന്നതല്ല. അത്രമാത്രം ഒരു ഡീപ്പ് സോൾ കണക്ഷൻ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവാം. പലർക്കും പാസ്റ്റ് ലൈഫ് കണക്ഷൻ പോലെ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഫീൽ ചെയ്തിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. ഓക്കെ, യെസ്, നിങ്ങൾക്കിടയിൽ ഒരുപാട് ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ പരസ്പരം ഒരാൾ വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറല്ലാത്ത വ്യക്തികളുമായിരിക്കാം. പക്ഷേ ഇൻ ഫ്യൂച്ചർ അതിലെല്ലാം ഒരു ചേഞ്ച് ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾക്ക് പരസ്പരം വിശ്വാസം ഉണ്ടാകുന്നുണ്ട്. നിങ്ങൾ കൂടുതൽ പരസ്പരം കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. പരസ്പരം നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. ഒരുപാട് ചേഞ്ചസ് ആണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്നത്. ആൻഡ് ദെൻ യെസ്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു എനർജി എന്ന് പറയുന്നത് വളരെ ലോ ആയിട്ട് കാണപ്പെടുന്നു. പക്ഷേ ഫ്യൂച്ചറിൽ ആ ഒരു എനർജി, ആ ഒരു പൊട്ടൻഷ്യൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഒരുപാട് പ്ലഷർ മൊമെൻറ്റ്സ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളൊരു ഡാർക്ക്നെസ്സിലൂടെയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് വേദനകളിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് എങ്കിലും അത് തീർച്ചയായിട്ടും ഒരു ബ്രൈറ്റ്നെസ്സിലേക്കാണ് നിങ്ങൾ പോകുന്നത്. നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്ന പാത്ത് റൈറ്റ് ആയിട്ടുള്ളതാണ്. നിങ്ങൾക്കൊരു ഒരുപാട് പ്ലഷർ മൊമെൻറ്റ്സ് ആണ് ഈ റിലേഷൻഷിപ്പിൽ ഇനി ഫ്യൂച്ചറിൽ ഉണ്ടാവാൻ പോകുന്നത്. ഒരുപാട് ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. ഓക്കെ, പ്ലഷർ മൊമെൻറ്റ്സ്. ഓക്കെ, യെസ്, ഐ കാൺട്ട് ഗിവ് യു ഫോൾസ് ഹോപ്പ്. ഓക്കെ, നിങ്ങൾക്ക് ഒരിക്കലും തെറ്റായിട്ടുള്ള പ്രതീക്ഷകൾ തരാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നില്ല. ആൻഡ് ഐ ആം മിസ്സിങ് യുവർ ലവ്. ഓക്കെ, ഡെഫിനറ്റ്ലി അവർ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ സ്നേഹം, കെയർ എല്ലാം അവർ ഈ ഒരു സമയത്ത് മിസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഐ വിൽ കോൾ യു സൂൺ. ഇനി ഒരിക്കലും ഒത്തിരി പോലും അവർക്ക് വെയിറ്റ് ചെയ്യാൻ കഴിയില്ല. അവർ തീർച്ചയായിട്ടും നിങ്ങളെ ഉടനെ തന്നെ കോൾ ചെയ്യും എന്നുള്ളൊരു മെസ്സേജാണ് കിട്ടിയിട്ടുള്ളത്. ആൻഡ് യു ആർ ഓൾവേസ് ഇൻ മൈ ഹാർട്ട്. അവരുടെ ഹൃദയത്തിൽ എപ്പോഴും നിങ്ങൾക്ക് സ്ഥാനമുണ്ട്. എപ്പോഴും അവരുടെ മനസ്സിൽ നിങ്ങളാണ് എന്ന് പറയുന്നു. ആൻഡ് ഐ സ്റ്റാർട്ട് മിസ്സിങ് യു ദ മൊമെൻറ്റ് യു ലീവ്. നിങ്ങളും അവരുമായിട്ട് സെപ്പറേഷനിലായ ആ ഒരു മൊമെൻറ്റ് മുതൽ അവർക്ക് നിങ്ങളെ മിസ് ചെയ്യാൻ തുടങ്ങി എന്ന് പറയുന്നു. ആൻഡ് ദിസ് ടൈം ഐ എം നോട്ട് റെഡി, ഗിവ് മീ ടൈം. ഈ ഒരു സമയത്ത് അവർ ഒരു സ്റ്റക്ക് സിറ്റുവേഷനിലാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് കുറച്ച് ടൈം നിങ്ങൾ കൊടുക്കുക. നിങ്ങൾ ഓവറായിട്ട് ചേസ് ചെയ്യാതിരിക്കുക. ഈ പേഴ്സണെ കുറിച്ച് ഓവറായിട്ട് തിങ്ക് ചെയ്യാതിരിക്കുക. ഓക്കെ, എന്ത് കാര്യങ്ങളാണോ അതിനെ ആ ഒരു രീതിയിൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ.